അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വിസ്ഡം ഹദീസ് ക്ലാസ് 116. عن ابن عمر رضي الله تعالى عنهما وعائشة رضي الله تعالى عنها قال قال رسول الله صلى الله عليه وسلم ما زال جبريل يوصيني بالجار حتى ظننت أنه سيورثه. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും നിവേദനം. ഖാല, രണ്ടുപേരും പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാർ. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് അയൽവാസിയുടെ കാര്യം വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. അയൽവാസിയുടെ കാര്യം പ്രത്യേകമായിട്ട് എന്നോട് ഉപദേശിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു ജിബ്രീൽ. അയൽവാസിയെ ആദരിക്കണമെന്നും അയൽവാസിയെ ബഹുമാനിക്കണമെന്നും അയൽവാസിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അയൽവാസിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുതെന്നും ഇങ്ങനെ അയൽവാസിയുടെ കാര്യങ്ങൾ ഒരുപാട് തവണ വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജിബ്രീലിന്റെ ഈ വസിയത്തുകൾ കേട്ടപ്പോ, ഒരുപാട് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പോയി, ഹത്താ ലനന്തു അന്നഹു സയുവരിസുഹു, അയൽവാസിക്ക് അനന്തരാവകാശമുണ്ടെന്നു പോലും പറഞ്ഞു പോകുമോ എന്ന് ഞാൻ ധരിച്ചുപോയി. അത്രമാത്രം അയൽവാസിയോടുള്ള ബാധ്യതകൾ ജിബ്രീൽ പറഞ്ഞിരുന്നു. അനന്തരാവകാശമുണ്ടെന്നെങ്ങാനും ഇനി പറയുമോ, അത്രത്തോളം പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അനന്തരാവകാശമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും അത്രമാത്രം പ്രാധാന്യം അയൽവാസിക്ക് നൽകണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ പറഞ്ഞതായിട്ട് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. ധാരാളം ഹദീസുകളിൽ അയൽവാസിയുമായിട്ട് കാത്തുസൂക്ഷിക്കേണ്ട ബന്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അയൽവാസിയെ ആദരിക്കണമെന്നും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അയൽവാസിക്ക് ഒരൽപ്പം കൊണ്ടുപോയി കൊടുക്കണമെന്നൊക്കെ, വീട്ടിൽ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച്, എന്ന് പറഞ്ഞാൽ കൂടുതൽ കറി ഉണ്ടാക്കി അതിൽ നിന്ന് അല്പം അയൽവാസിക്ക് നൽകണമെന്ന്, അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ അയൽവാസിയുടെ കാര്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഹദീസുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അയൽവാസിയെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. നമ്മുടെ കാരണം കൊണ്ട് അയൽവാസിക്ക് വിഷമം വരാൻ പാടില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന് ഭക്ഷണം എത്തിക്കണം. നാം ഒരിക്കലും ആ സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. അയൽവാസിയെ നമ്മുടെ സ്വന്തത്തെ പോലെ കരുതി അവരുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമാണ് നാം തയ്യാറാകേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സന്ദേശം ഈ ആധുനിക യുഗത്തിൽ, പ്രത്യേകിച്ച് അയൽവാസികളുമായി മറ്റുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ വഴക്കും കലഹവും ഉണ്ടാക്കി അത് കത്തിക്കുത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒക്കെ നീങ്ങാറുള്ള ഈ പുതിയ സാഹചര്യത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രസ്താവനക്ക്, ഈ സന്ദേശത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല അയൽവാസികളെ ബഹുമാനിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.